നമസ്കാരം. ഇന്ന് എൻ്റെ അനുഭവത്തിൽ ഇത്രമാത്രം വിമർശനം നേരിട്ട് സ്വാതന്ത്ര്യദിനമില്ല. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിന ഘോഷമുണ്ട്. പക്ഷെ നമ്മൾ രൂഢ്യർത്ഥത്തിൽ ആഘോഷമെന്ന് പറയുമ്പോൾ സെലിബ്രേഷൻ എന്നാണ് വരുന്നത്. ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വായിൽ വിളിച്ചു പറയുക, അങ്ങനെ അർത്ഥമുണ്ട്. ഈ വലിയ വായിൽ വിളിച്ചു പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യദിന സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനകത്ത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ കലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കമുള്ള മറ്റ് പ്രസ്ഥാനങ്ങളാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. വലിയ വലിയ ഭവിഷ്യത്തുകൾക്ക് അത് വഴി തെളിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു ഗാനം പാടാതിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് എന്തോ സ്പെഷ്യലാണെന്ന് വരുത്തി തീർക്കാൻ അതിനുള്ള ശ്രമമാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിൽ വന്ദേ മാതരം പാടുന്നുണ്ട്, കർണാടകത്തിൽ പാടുന്നുണ്ട്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാടുന്നുണ്ട്. പക്ഷേ കേരളം ഇപ്പോൾ ഒറ്റമരത്തുമ്മേ കരിങ്കുരങ്ങ് എന്ന് പറയുമല്ലോ, അതുപോലെ ആയി മാറിയിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഇന്ന് മുതൽക്ക് ഒരു അഖിലേന്ത്യാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനു പുറമെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഓണം, അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവമാണ്. ഹിന്ദുവിൻ്റെ ഉത്സവം എന്നുകൂടി ഹിന്ദുക്കൾക്ക് പറയാം, അല്ലെങ്കിൽ കൊയ്ത്തുത്സവം, വിളവെടുപ്പ് ഉത്സവം എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ആചരിക്കാം. പക്ഷേ അവിടെയും മാന്തി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ വളരെ വൈറലായിട്ട് നടക്കുന്നുണ്ട്, ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ മേലെ ചെളി വാരി തേക്കുകയാണ് മുസ്ലിങ്ങൾ, അഥവാ മുസ്ലിം പ്രസ്ഥാനങ്ങൾ, മുസ്ലിം തീവ്രവാദികൾ. ഇപ്പോൾ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. സ്കൂളുകളിൽ വന്ദേ മാതരം പാടേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും ഹിന്ദു കുട്ടികളാണ്. കാരണം 56-57% ഹിന്ദുക്കളാണല്ലോ ഉള്ളത്. ഒരു ലീഗിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പഠിച്ചുയരാൻ നിൽക്കുന്ന എല്ലാ കുട്ടികളുടെയും വായ അവർ പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു അപരാധമാണ് അത് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഏതായാലും ഈ സർക്കുലർ നിയമപരമായിട്ട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയും, ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിലപ്പുറം ഉള്ള ചോദ്യം ചെയ്യലിന് പാർലമെൻറ്റിന്, ഇന്ത്യ ഭരിക്കുന്ന BJP കഴിയുന്നുള്ളത് വേറെ കാര്യം. പുതുതായിട്ട് പാസ്സാക്കിയ നിയമപ്രകാരം വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിൻ്റെ അതേ നിയമപരിരക്ഷയാണ് കിട്ടുക. അത് രാഷ്ട്രപതി, ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, സംപൂജ്യയായിട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി
മുർമു അവർകളാണ് അതിൽ അവസാനം ഒപ്പിട്ടിട്ടുള്ളത്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വ്യവസ്ഥകളോ അത് ലംഘിക്കുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരുകളോ വകുപ്പുകളോ പുറപ്പെടുവിക്കുന്ന ഏത് അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലറും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് സാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, അതായത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, അതിലെ ഭരണഘടനാ വ്യവസ്ഥകൾ, അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകൾ പുറപ്പെടുവിക്കുന്ന ഏത് സർക്കുലറും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും. ഇത് വാസ്തവത്തിൽ വലിയൊരർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിനകത്ത് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ രൂപരേഖകൾ അതാണ് തെളിഞ്ഞു വരുന്നത്. ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം, അതാണ് ഈ നിയമത്തിൻ്റെ കാതൽ ഘടകം. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, അവരെ ഭരണഘടനാ വ്യവസ്ഥകൾ, അതിനെ ഉല്ലംഘിക്കുന്ന ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ അർത്ഥം എന്താണ്? രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യത്തിന് മുള പൊട്ടുന്നു, അതല്ലേ എൻ്റെ അർത്ഥം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ നിർദ്ദേശം കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർക്കുലർ നടപടിക്രമം മാത്രമാണ്. ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമത്തിന് മുകളിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കോ അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾക്കോ വിരുദ്ധമായിട്ട് സംസ്ഥാന സർക്കാരുകൾ ഉത്തരവിറക്കിയാൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയിലൂടെ ഇത് ചോദ്യം ചെയ്യാൻ കഴിയും. ചുരുക്കത്തിലിപ്പോൾ സ്കൂളുകളിൽ വന്ദേ മാതരം പാടുന്നത് തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് പാടാം, ആവശ്യമില്ലാത്തവർക്ക് പാടേണ്ടതില്ല. അത് സ്കൂൾ അധികൃതർക്ക് തീരുമാനമെടുക്കാം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അങ്ങനെ പറയാൻ പാടുള്ളൂ എനിക്കറിയില്ല. ഇതിപ്പോൾ അച്ഛനമ്മമാർ വന്ദേ മാതരത്തെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്ദേ മാതരം ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന അച്ഛനമ്മമാർ, പേരൻസ്, അവരുടെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ അവിടെ അവരുടെ ചുണ്ടുകളിൽ പശ വെച്ച് ഒട്ടിച്ചിരിക്കുക, പാടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട്. ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും തൃശ്ശൂർ വിട്ട് തിരുവനന്തപുരം വരെയുള്ള സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ 2, 3, 4 മുസ്ലിം കുട്ടികളാണ് ഉണ്ടാകുക. ആ മുസ്ലിം കുട്ടികളുടെ വിശ്വാസ സംരക്ഷണത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ കുട്ടികളുടെയും അതുപോലെ ഹിന്ദു കുട്ടികളുടെയും ചുണ്ട് തുന്നിച്ചേർത്ത് വെച്ചിട്ടുള്ളത്, ശബ്ദിക്കാൻ കഴിയാത്ത രൂപത്തിൽ. ഇതിന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് സാരം. ഏതായാലും സ്കൂളുകളിൽ വന്ദേ മാതരം പാടുന്നത് തടയുന്ന രീതിയിൽ സർക്കാർ എന്തെങ്കിലും വിലക്കോ പിഴയോ ഏർപ്പെടുത്തിയാൽ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഭരണഘടനാ തത്വങ്ങളുടെയും ലംഘനമായിട്ട് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനും കഴിയും എന്ന് സാരം. ഇതിപ്പോൾ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞതാണ്. നിയമത്തിലെ സെക്ഷൻ 3 അനുസരിച്ച് ദേശീയഗാനം തടയാൻ പാടില്ല. അത് തടയുന്നൊരു ഒഫൻസാണ്. അതുപോലെ ദേശീയ ഗീതവും. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഏതെങ്കിലും ജനക്കൂട്ടത്തിന് സർക്കുലർ അയച്ച് അതിന് നിയമത്തിൻ്റെ പേരിൽ നിയമം ഉണ്ടാക്കിയിട്ട് അത് ആലപിക്കുന്നത് തടയുകയാണെങ്കിൽ 3 വർഷം വരെ തടവോ പിഴയോ
അതല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമായിട്ടാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയഗാനത്തെ മാത്രമല്ല, അതേ സ്റ്റാറ്റസുള്ള ദേശീയ ഗീതത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് സാരം. ഇന്നിപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിൽ പോലും, അനുകൂലിച്ചിട്ടാണെങ്കിലും പ്രതികൂലിച്ചിട്ടാണെങ്കിലും, ആഗസ്റ്റ് 15 എന്നുള്ളത് വെറുമൊരു ദിവസമല്ല. അതുകൊണ്ടാണ് ചില കുട്ടികൾ പറയും പാകിസ്ഥാനിൽ ആഗസ്റ്റ് 14 തീയതിയാണെന്ന്. ആഗസ്റ്റ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം എന്നൊരർത്ഥം കൂടി വരികയാണ് അതിനകത്ത്. ആ സ്വാതന്ത്ര്യദിന സമയത്ത് ഈ രീതിയിലുള്ള സംവാദ വിവാദങ്ങൾ അതൊരിക്കൽ പോലും ആശാസ്യമല്ല. ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യമാണത്. ഈ സംഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് വന്ദേ മാതരം പാടുന്ന കാര്യത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ 2 3 വെട്ടിമുറിച്ചത്. അത് മഹാത്മാഗാന്ധി ഇടപെട്ട്, ജവഹർലാൽ നെഹ്റു ഇടപെട്ട്, മറ്റു പലരും ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. രാജ്യം 3 മാറി. ഒന്ന് ബംഗ്ലാദേശ്, അപ്പുറത്ത് പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യ. കാശ്മീരിൻ്റെ കാര്യം അത് ഇതുമല്ല അതുമല്ല എന്നുള്ള അവസ്ഥയിലെത്തിച്ചു. എന്നിട്ടും പാകിസ്ഥാൻ വേണം മുസ്ലിങ്ങൾക്കെന്ന് പറഞ്ഞിട്ടും ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ പോയിട്ടില്ല. ബാക്കിയുള്ളവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും ഇവിടെ കൊടുക്കുന്നുണ്ട്. ദിനം എന്നോണം അവരുടെ ജനസംഖ്യ മേലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് പ്രസിഡൻറ്റുമാരുണ്ടായിട്ടുണ്ട്. 2 3 സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, അവസാനം നമ്മളുടെ അബ്ദുൽ കലാം അവർകൾ. ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരുണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥാനങ്ങളിലും ഉന്നത പദവികൾ അവർക്ക് അലങ്കരിക്കാൻ പറ്റിയിട്ടുണ്ട് പാകിസ്ഥാനിലെ സ്ഥിതിയും. എന്നിട്ടും വീണ്ടും മനസ്സുകൊണ്ടൊരു വിഭജനം നടത്തുകയാണ് ഇവിടെ. വന്ദേ മാതരത്തിൻ്റെ പേര് പറഞ്ഞ് ഹൈന്ദവ സംസ്കൃതിയുടെ മേലെ കോറി വരച്ചുകൊണ്ട് വീണ്ടും ഇവിടെ അവശേഷിച്ചിട്ടുള്ള മറ്റു പലരാൽ ഇപ്പോൾ പറയപ്പെടുന്നു അവശിഷ്ടങ്ങൾ. പാകിസ്ഥാനിൽ പോകേണ്ട സമയത്ത് പോകാതെ ഇവിടെ നിന്ന് അവശിഷ്ടങ്ങൾ അവർ വീണ്ടും ഇവിടെ കലാപക്കൊടി ഉയർത്തുകയാണ്. അങ്ങനെയുള്ള മുസ്ലിങ്ങളെ, അപ്രകാരം ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളെ എങ്ങനെയാണ് ഇന്ത്യയുടെ ബന്ധുക്കളായിട്ട് കാണാൻ കഴിയുക? എങ്ങനെയാണ് അവരെ സഹോദരങ്ങളായിട്ട് കാണാൻ കഴിയുക? എങ്ങനെയാണ് അവരെ ഭാരതീയരായിട്ട് കാണാൻ കഴിയുക? എന്തായാലും ഈയൊരു വിവാദം അഥവാ ഈയൊരു പ്രശ്നം അത് അങ്ങനെ അങ്ങ് അവിഞ്ഞു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്, വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് എന്ന നിലയിൽ അത് മുന്നോട്ട് പോകും. ഇന്ന് വന്ദേ മാതരം, നാളെ എവിടെയെല്ലാം കയറി പിടിക്കുന്നറിയില്ല. സംസ്കൃത ശ്ലോകത്തിനകത്ത് ആയുർവേദം സംസ്കൃത ശ്ലോകത്തിലൂടെയാണ് പഠിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇനി അതുമ്പോൾ നോട്ടം വയ്ക്കുമെന്ന് അറിയില്ല.
നമ്മുടെ കറൻസിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ. അവരുടെ ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ ജയതേ. ഇനി അതെടുത്ത് മാറ്റണമെന്ന് പറയൂ. എല്ലാം എന്തായാലും ഈ ഒരു സമൂഹം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ, അവരുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വളർത്തിവിട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഇവിടെയുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലും ബാധിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല. കേരളത്തിൽ ഒരു ഭൂമിക്കുണ്ടായി കഴിഞ്ഞാൽ ഡൽഹിയിൽ അറിയുന്ന 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്, മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത് അറിയാത്ത ആൾക്കാർ ബീഹാറിലുണ്ടായിരുന്നത്രേ. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്ത് സംഭവിച്ചാലും അടുത്ത നിമിഷം നമ്മളെല്ലാവരും അറിയും. എല്ലാവരും ഒരു നെറ്റിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു നെറ്റിനകത്താണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ കേരളം ജിഹാദികളുടെ സംസ്ഥാനമായിട്ട് മാറി എന്നൊരു ബോധമാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കുള്ളത്. ആ ഒരു ബോധം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുമുള്ളത്. ഇന്ത്യൻ യൂണിയനെതിരെ നീങ്ങുന്ന ഒരു ഭൂവിഭാഗം, ആ ഭൂവിഭാഗത്തിൽ ഒരു ന്യൂനപക്ഷം, അത് വെച്ചു പൊറിപ്പിക്കാൻ കഴിയുമോ? ചോദ്യമാണത്.